ഓക്കെ. ഇപ്പോൾ ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടിസത്തിനെ കുറിച്ച് അത്ര അറിയാത്ത ആളുകൾ അത് കേൾക്കുമ്പോൾ ഓക്കെ കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നം അവർ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കുട്ടികളെക്കാൾ കുറച്ച് സ്ലോ ആയിരിക്കും എന്നാണ് നമ്മളൊരു ഒറ്റ വാക്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക. ശരിക്കും ഓട്ടിസ്റ്റിക് കിഡ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ്? ഓട്ടിസ്റ്റിക് കിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കത്തില്ല. ഓക്കെ. രണ്ട്, അതുപോലെ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷനോടുള്ള പ്രതികരണവും കുറവായിരിക്കും. നമ്മൾ അവരോട് സംസാരിക്കുമ്പം ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറും. അതുപോലെ തന്നെ നമ്മൾ പേര് വിളിച്ചു കഴിഞ്ഞാൽ നോക്കത്തില്ല. നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഓട്ടിസം ഉള്ളൊരു കുഞ്ഞിനെ നമ്മൾ തിരിച്ചറിയുന്ന ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും, ആളുകളുമായിട്ട് ഇടപെടാനുള്ള കഴിവ് കുറവായിരിക്കും. മൂന്ന്, ഈ പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റം, സോഷ്യൽ ബിഹേവിയർ വളരെ കുറച്ച് വ്യത്യാസമായിരിക്കും. മറ്റു കുഞ്ഞുങ്ങളെ പോലെ കൂട്ടുകൂടി കളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ടോയ്സൊക്കെ വെച്ച് ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ച് കളിക്കാനൊന്നും ഒരു കൂട്ടാക്കത്തില്ല. അവർക്ക് ഒരുപാട് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും താല്പര്യം. കൈ കൊണ്ട് ഫ്ലാപ്പ് ചെയ്യുക, മനസ്സിലായല്ലേ, വിരൽ മുഷ്ടി പ്രത്യേക രീതിയിൽ പിടിക്കുക, അതുപോലെ വിരൽ നോക്കുക, കണ്ണിങ്ങനെ സൈഡിലേക്ക് നോക്കുക, അങ്ങനെയുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള ചില ചേഷ്ടകൾ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയേഴ്സ് എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് അവരെ അതെ. ഇതിപ്പോ ഡോക്ടർ ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ സിംറ്റംസ് കേട്ടപ്പോഴേ അത് കേട്ടപ്പോ നമ്മള് സാധാരണ പാരന്റ്സ് നമ്മൾ കുട്ടികളോട് പറയണത് ഒരു അനുസരണയില്ല, ചൊല്ലുവിളിയില്ല എന്ന് പറയുന്നുള്ള കാരണന്മാര് വിളിച്ചിട്ട് നോക്കില്ല. അതുപോലെ നിന്നോടല്ലേ ഞാൻ സംസാരിക്കുന്ന, കണ്ണി നോക്കി സംസാരിച്ചൂടെ നമുക്ക് കുഞ്ഞിനോട് ചോദിക്കും. അതുപോലെ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. നമ്മള് ഇതെന്തത് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. അതുപോലെ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറയുമ്പോൾ ഇൻട്രോവേർട്ട് ആണ് എന്ന് പറയും ഇപ്പൊ നമ്മള്, അത്ര സോഷ്യലായി. അപ്പൊ അതെങ്ങനെയാ അത്ര മൈന്യൂട്ട് ആയിട്ട് നമ്മൾ നോക്കണ്ടേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മറ്റേ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് അനുസരണക്കേടാണ്. അവന് പറഞ്ഞത് മനസ്സിലായി, ബോധപൂർവ്വം കേൾക്കുന്നില്ല പറഞ്ഞില്ലേ. നമ്മൾ കുഞ്ഞിനെ വിളിക്കുമ്പോ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് വിളിച്ചാൽ കേൾക്കില്ല, അനുസരണയില്ല എന്നാണല്ലോ പറയാ. ഇത് അനുസരണക്കേടെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. കുഞ്ഞ് നമ്മൾ പേര് വിളിച്ചിട്ടും കുഞ്ഞിന്റെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. കുഞ്ഞത് ശരിക്കും കേട്ടെങ്കിലും അവന്റെ ബ്രെയിനിൽ അത് ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. മറ്റത് ബിഹേവിയർ ആണ്. അത് കുട്ടി കേട്ടു, അമ്മ പറയുന്ന കാര്യങ്ങൾ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ നെഗ്ലക്ട് ചെയ്യുന്നു. പക്ഷെ ഇതങ്ങനല്ല, കുട്ടിക്ക് ഇത് രജിസ്റ്റർ ആവുന്നില്ല. ഓക്കെ. അപ്പൊ ഈ സിംറ്റംസിന്റെ കൂടി ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ലൈനപ്പ് ഓഫ് ടോയ്സ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് മൈന്യൂട്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇത് രണ്ടും കൂടെ വന്നാൽ ഹി ഓർ ഷീ ക്യാൻ ബി ഓട്ടിസ്റ്റിക് എന്ന് മനസ്സിലായി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ അവൻ കുട്ടിയുടെ ഒരു 2 വയസ്സായിട്ടും അല്ലെങ്കിൽ 3 വയസ്സുള്ളൊരു കുട്ടി 2 വയസ്സായിട്ടും അല്ലെങ്കിൽ 3 വയസ്സായിട്ടും ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നില്ല. നമ്മൾ അങ്ങോട്ട് പറയുന്നതും മനസ്സിലായല്ലേ, നമ്മുടെ കയ്യെ വലിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. വെള്ളം വേണമെങ്കിൽ കയ്യെ വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകും, വെള്ളം ഇരിക്കുന്ന സ്ഥലത്തേക്ക്. പോയിന്റ് ചെയ്യത്തുമില്ല. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കുറവായിരിക്കും, മനസ്സിലായല്ലേ. അവര് നമ്മുടെ കയ്യെ പുള്ളി ചെയ്തോണ്ട് പോകും. ചില കുട്ടികളാണെന്ന് കരയും, കൂടുതലും കയ്യെ വലിച്ചോണ്ട് പോവുക ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പറയുന്ന നിർദ്ദേശങ്ങളും പേര് വിളിച്ചു കഴിഞ്ഞാൽ നോക്കത്തില്ല, മനസ്സിലായല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാത്ത പോലെ മനസ്സിലാകാത്ത പോലെ പെരുമാറും. ശരിക്കും പറഞ്ഞാൽ അവർ ബോധപൂർവ്വം അങ്ങനെ പെരുമാറുന്നതാണെന്ന് പറയാൻ പറ്റില്ല. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പകുതിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവരവരുടെ ഒരു ലോകത്താണ്, അങ്ങനെയുള്ളതുപോലെയാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. 2, ഈ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുമോ അല്ലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ട് കിട്ടത്തില്ല. ആളുകളുമായിട്ട് ഇടപെടുന്നത് കുറവായിരിക്കും. നമ്മളോട് മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും കളിക്കാനും താല്പര്യം പ്രകടിപ്പിക്കത്തില്ല. അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം, അഫെക്ഷനൊക്കെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്കറിയത്തില്ല. അവർ ഒറ്റയ്ക്ക് തനിയെ പോയിരിക്കുന്ന കാണാം, മനസ്സിലായല്ലേ. അവരുടെ ഒരു ലോകത്ത് ചുറ്റുപാടും നടക്കുന്ന സറൗണ്ടിങ്സുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കുട്ടികളിപ്പോൾ ഒരു ഡോളിനെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുടി ചെയ്യി കൊടുക്കും, മനസ്സിലായല്ലേ. അതിനെ ഫീഡ് ചെയ്യിക്കും, കുളിപ്പിക്കും. ഇവർ ചെയ്യുന്നത് ഈ ഡോള് കൊണ്ടുവന്ന് ഒരിടത്ത് ഇങ്ങനെ അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കും. അല്ലെങ്കിൽ കിട്ടുന്ന കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ വരിയായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ്. വീല് കറക്കും. അതെ. വണ്ടി, ഇപ്പം മൊബൈൽ ടോയ്സ് വണ്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉരുട്ടി കളിക്കും. 2 വയസ്സുകാരാണ് 1.5 വയസ്സുകാരാണെങ്കിൽ ഉരുട്ടി കളിക്കും. ഇദ്ദേഹം നേരെ തിരിച്ചിട്ടിട്ട് വീല് കറക്കി ഇങ്ങനെ കറങ്ങുന്നത് നമ്മളുടെ ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ടല്ല അവർ കളിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ട് സാമൂഹികമായിട്ട് സോഷ്യലി അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. മറ്റുള്ളവരെ കണ്ട് മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് ഫോൺ വിളിക്കുന്നു, വണ്ടി ഉരുട്ടി കളിക്കുന്നു. അങ്ങനെ മുതിർന്നവർ ചെയ്യുന്ന കണ്ട് അനുകരിച്ച് കളിക്കാനുള്ളൊരു കഴിവ് അവർക്കില്ല. അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ ശൈലിയിൽ ഇമാജിനേഷൻ ഉപയോഗിക്കാതാണ് കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുഞ്ഞിന്
കുഞ്ഞിനൊരു പ്രോപ്പർ ഒരു അസസ്മെൻറ്റ് ചെയ്യണം, കുഞ്ഞിനെന്തോ ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണെന്നുള്ളത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് മെയിൻ സ്ട്രീമിംഗ് ആണ്. അങ്ങനെ ഇതൊരു 2 ഫേസിലാണ് ഇത് കിടക്കുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ മെയിൻ സ്ട്രീം സ്കൂളിൽ എത്തിയാലേ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു കുട്ടികളുടെ ബിഹേവിയർ കണ്ടിട്ടാണ് അവർ കോപ്പി ചെയ്യുന്നതും. ഇപ്പം കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ പോകുന്ന സ്കൂളുകൾ മറ്റു കുട്ടികൾ ഒത്തിരി ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരിവർക്ക് ചെറിയ ഹെൽപ്പ് ചെയ്തു, ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ടീവാണ്. അവരുടെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ മിക്ക കുട്ടികളും വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ പേരൻറ്റും കൂടെ ആ ഒരു അവയർനെസ് ഉണ്ടായി അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി അക്സെപ്റ്റ് ചെയ്യുക, നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഇന്നത്തെ ഈ ഒരു എവല്യൂഷൻ്റെ പാർട്ടായിരിക്കാം, ഇതൊരു കോമൺ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ. വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് അവരുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് ഈ ഓട്ടിസ്റ്റിക് ഒരു കിഡിൻ്റെ ഉള്ളിൽ? ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ വർത്തമാനം പറയാതിരിക്കുമ്പം പൊതുവേ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഭാഷ പഠിക്കുന്നില്ല, ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, അല്ലെ അവർ ശരിക്കും കേൾക്കുന്നില്ല. അതെ അതെ, സംസാരിക്കാത്ത, നമ്മൾ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. പല പേരൻസ് പലരും ഈ ഹിയറിങ്ങിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്. അപ്പോൾ അവരുടെ നോർമലായിട്ടുള്ള ഹിയറിങ്ങാണ്, പക്ഷേ കുഞ്ഞ് പറയുമ്പോൾ കേൾക്കത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അവന് ഇഷ്ടമുള്ള ചില പരസ്യങ്ങളൊക്കെ TV വരുമ്പോൾ ഓടി വന്ന് കണ്ടിട്ട് വീണ്ടും പോകുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല, മനസ്സിലായില്ല. അപ്പം പക്ഷേ അവന് നമ്മൾ സംസാര ഭാഷ ശ്രദ്ധിക്കുന്നോ അല്ലെങ്കിൽ തിരിച്ചു പ്രതികരിക്കുകയൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകമായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ കാണിക്കുന്നു. ശരിക്കും ഒരു ഓട്ടിസം ഉള്ളൊരു കുഞ്ഞ് ഫേസ് ചെയ്യുന്ന അവൻ്റെ ബ്രെയിനിൽ അവൻ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സെൻസറി പ്രോസസ്സിങ് ഇല്ല എന്ന് പറയും. മനസ്സിലായില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സെൻസസ്, നമ്മുടെ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം, ഈ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് കൂടാതെ നമുക്ക് 2 ഹിഡൻ സെൻസസ് കൂടെ ഉണ്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് വെസ്റ്റിബുലാർ, 2 പ്രോപ്രിയോസെപ്റ്റീവ്. പ്രോപ്രിയോസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ണടച്ചിട്ട് നമ്മുടെ വിരലുകൾ നിവർത്തിയാലും മടക്കിയാലും, മനസ്സിലായല്ലേ, കൈമുട്ട് മടക്കിയാലും ഒക്കെ നമ്മുടെ ബ്രെയിൻ അറിയാൻ പറ്റും. പക്ഷെ അത് കാഴ്ചയിലൂടെ, മണത്തിലൂടെ, രുചിയിലൂടെ അല്ല, അല്ല കേൾവിയിലൂടെ അല്ല. നമ്മുടെ ഓരോ ജോയിൻസും റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ആ ഓരോ ജോയിൻസും ചലിക്കുന്നത്, നമ്മുടെ മുട്ടയിൽ നമ്മൾ എത്രമാത്രം പ്രഷർ കൊടുക്കണമെന്നുള്ളത് നമുക്ക് ഈ റിസപ്റ്റേഴ്സ് ശരിയായിട്ട് ഫങ്ഷൻ, അല്ലെങ്കിൽ മുട്ട നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോവും. അത് പ്രോപ്രിയോസെപ്റ്റീവ് സെൻസ്. വെസ്റ്റിബുലാർ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്കകത്തിലുള്ള നമ്മുടെ ഇന്നർ ഇയറിൽ ഉള്ള സെമി സർക്കുലർ കനാൽസിലാണ് ഈ വെസ്റ്റിബുലാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹെഡിൻ്റെ പൊസിഷൻസ് ലെഫ്റ്റിലേക്ക് പോയാലോ റൈറ്റിലേക്ക് പോയാലോ മുമ്പിലേക്ക് പോയാലോ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യും നമ്മുടെ ബ്രെയിൻ. മനസ്സിലായല്ലോ. നമ്മളിപ്പം തെന്നിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി ഇരുട്ടത്തിറങ്ങിയാലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡി അലൈൻ ചെയ്യും. നമ്മളൊരു ബോട്ടിനകത്ത് നിന്ന് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി, ഈവൻ ഒരു മെട്രോയിൽ യാത്ര ചെയ്യുമ്പോഴായാലും നിർത്തുമ്പോഴും വീണ്ടും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈവൻ ഇരുട്ടത്താണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ വെസ്റ്റിബുലാർ പ്രോപ്രിയോസെപ്റ്റീവ് സെൻസറി റിസപ്റ്റേഴ്സ് ഒക്കെ കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന, മനസ്സിലായല്ലോ. കുഞ്ഞ് വയറ്റിലായിരിക്കുന്ന സമയത്തും കുഞ്ഞിന് ഈ സെൻസസ് ഉണ്ട്, സെൻസറി പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. പക്ഷേ കാഴ്ചയോ കേൾവിയോ മണമോ രുചിയോ ഒന്നും അത്ര അറിയാനുള്ളൊരു അവസരം കിട്ടുന്നില്ല, പുറത്തേക്ക് വന്നില്ലല്ലോ. പക്ഷെ ആ സമയത്തും ഈ ഹിഡൻ സെൻസസ്, നമ്മൾ പ്രൈമറി സെൻസസ് എന്നൊക്കെ പറയും, ഈ വെസ്റ്റിബുലാർ ആൻഡ് പ്രോപ്രിയോസെപ്റ്റീവ് സെൻസസ് അപ്പോഴും ഉണ്ട്. മനസ്സിലായി. കുഞ്ഞ് കാര്യം വയറ്റിൽ വെച്ച് മൂവ്മെന്റ്സ് മാത്രമല്ലേ ഉള്ളൂ, കൂടുതലും കുഞ്ഞ് തിരിച്ചറിയാം. അപ്പോൾ ഈ 7 സെൻസസിനെ പറ്റി ഞാൻ പറഞ്ഞു, അതായത് കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം, വെസ്റ്റിബുലർ ആൻഡ് പ്രോപ്രിയോസെപ്റ്റീവ്. അപ്പം ഈ സെൻസറി റിസപ്റ്റേഴ്സ്, നമ്മുടെ ചെവി എന്ന് പറയുന്ന ഒരു റിസപ്റ്ററാണ്, മനസ്സിലായല്ലേ. ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, ചെവിയിൽ ശബ്ദങ്ങൾ മാത്രമേ വീഴുന്നുള്ളൂ. ഈ ശബ്ദങ്ങളുടെ സിഗ്നലുകൾ ബ്രെയിനിലോട്ട് പോകുമ്പോഴാണ് എന്താണ് കേട്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നു, അല്ലേ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, രുചിക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്. ഇത് ഈ റിസപ്റ്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ളൊരു പ്രോസസ്സിങ്, അതായത് ഇപ്പം റയാൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ, 2 വയസ്സുള്ള ഓട്ടിസം ഉള്ളൊരു കുഞ്ഞിനെ അമ്മ 10 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കും, 11ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ റയാൻ്റെ അമ്മ വിചാരിക്കുന്നത് അവൻ കേൾക്കുന്നില്ല, അവൻ കേൾക്കുന്നുണ്ട് പക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. മനസ്സിലായല്ലേ. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് പോലെ, അതായത് എന്നെയാണ് വിളിക്കുന്നതെന്ന് ബ്രെയിന് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ദേഹത്ത് നമ്മൾ സ്പർശിക്കുന്നു, മനസ്സിലായല്ലേ, അല്ല ഒരു ഉറുമ്പ് എഴഞ്ഞു പോകും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലായല്ലേ. പക്ഷേ നമ്മൾ തിരക്കുള്ളൊരു ബസ്സിലാണ് നിൽക്കുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല.
മനസ്സിലായി, നമ്മുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. ഓ മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പം താങ്കളോട് ഇപ്പോൾ സംസാരിക്കുകയാണ്, പക്ഷേ താങ്കൾക്ക് എന്നെ കാണാനും ഞാൻ പറയുന്നത് കേൾക്കാനും മനസ്സിലായല്ലേ, അത് മനസ്സിലാക്കി തിരിച്ച് പ്രതികരിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളിത് ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും അവർക്ക് യഥാനുസരണം അത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. മനസ്സിലായല്ലേ? അപ്പം നമ്മൾ റോഡിൽ നിൽക്കുന്നു, റോഡിൽ നിന്നൊരു വണ്ടി വരികയാണ്, മനസ്സിലായല്ലേ? വണ്ടിയുടെ ശബ്ദം നമുക്ക് ഇടത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നെങ്കിൽ നമ്മൾ ഇടത്തെ സൈഡിലേക്കാണ്, അവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. വണ്ടിയുടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, വണ്ടി കാണാൻ പറ്റും. അപ്പം തന്നെ ബ്രെയിനിലേക്ക് നമ്മുടെ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും, മനസ്സിലായല്ലേ, നമ്മുടെ ആ വൈബ്രേഷൻ പോലും നമ്മുടെ ആ മെസ്സേജ് പോവുകയും ചെയ്യും. അതെന്താണെന്നുള്ളത്, ഒരു ത്രെട്ടാണെന്നുള്ളത് ബ്രെയിൻ ഉടനെ തന്നെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. ആ ത്രെട്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും, മനസ്സിലായല്ലോ, അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഡിലേഡ് ആണ് ഈ കാര്യം. അതാണ് പല പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അത് നോക്കത്തുള്ളൂ. ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും, അല്ലെന്നുണ്ടെങ്കിൽ മോനെ ഇവിടെ നോക്കിയേ ഇതാരാ പൂച്ചയെ കണ്ടോ നോക്കിയാലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തില്ല. അവർ പൂച്ചയുടെ പുറകിലുള്ള യെല്ലോ കളറിലുള്ള സ്ക്രീനിലേക്കായിരിക്കും അവർ നോക്കുന്നത്. മനസ്സിലായല്ലേ? അതായത് നമ്മൾ സെൻസറി മോഡുലേഷൻ എന്ന് പറയും. കാര്യം എല്ലാ സെൻസസും ഒരേ സമയത്താണ് ഈ റിസപ്റ്റേഴ്സിലൂടെ ബ്രെയിനിലേക്ക് പോകുന്നത്. നമ്മളിപ്പം CCTV ക്യാമറ നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ കണ്ണ് എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പം എന്നെ മാത്രമല്ല താങ്കൾ കാണുന്നത്, എൻ്റെ പുറകിലുള്ള ഈ ബ്ലാക്ക് സ്ക്രീനും കാണുന്നുണ്ട്, ഇല്ലേ? ഈ പുറകിലുള്ള ലൈറ്റും കാണുന്നുണ്ട്. അപ്പം എൻ്റെ മുഖത്തുനിന്ന് വരുന്ന ഈ പറയുന്ന പ്രകാശത്തിൻ്റെ ഈ ഫ്രീക്വൻസിയേക്കാൾ അല്ലെങ്കിൽ പ്രകാശത്തിനേക്കാൾ കൂടുതലാണ് ഈ ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ എന്നെ മാത്രമല്ല, എന്നോടൊപ്പം പുറകിലുള്ള സ്ക്രീനും ഈ പ്രകാശവും എല്ലാം ഒരേപോലെയാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിന് അറിയാം ഏതൊക്കെ ഇതെങ്ങനെ ഫിൽട്ടർ ചെയ്യണമെന്ന്, ആവശ്യമുള്ള സെൻസറി സ്റ്റിമുലസ് ഏതൊക്കെയാണ്, ആവശ്യമില്ലാത്ത ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം അത് ഈ പറയുന്ന ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഇൻഹിബിറ്റ് ചെയ്യാനും, അതായത് തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും നമ്മുടെ ബ്രെയിനിന് കഴിയുന്നുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യാൻ. അതെ. അപ്പം ഈ ഫിൽട്ടറിങ് പ്രോപ്പറായിട്ട് നടന്നില്ല, എന്നാ സംഭവിക്കുന്നത്? എന്നോട് സംസാരിക്കുമ്പോൾ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, നേരെ ഈ ലൈറ്റിലേക്ക് പോകും, മനസ്സിലായല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചെടിയിലേക്കായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ വൈറ്റിലെ സിഗ്നലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടപ്പള്ളി സിഗ്നലിലോ ഒരു വണ്ടി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലാവും. ഒരാളെന്നെ വിളിക്കുന്നു, പക്ഷേ എനിക്ക് ഈ അയാൾ വിളിക്കുന്ന ശബ്ദത്തോടൊപ്പം അപ്പുറത്തെ ഫാനിന്റെ ശബ്ദവും കേൾക്കാം, ഇപ്പുറത്തെ ഓട്ടോറിക്ഷയുടെ ശബ്ദവും, എല്ലാത്തിനും ഒരേപോലെയാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബ്രെയിനിലെ ഈ സെൻസറി ഇൻപുട്ട് അല്ല സെൻസറി സ്റ്റിമുലസ് കിട്ടുന്നത് ശരിയായിട്ട് ഫിൽട്ടർ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. നമ്മൾ വിളിച്ചാലോ സംസാരിച്ചാലോ നമ്മൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ അതിനോട് യഥാനുസരണം പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയും. ഈ സെൻസറി പ്രോസസ്സിങ്ങിലാണ് അവർക്ക് ശരിയായിട്ട് അവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുപോയി ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന് അടുത്ത് കൊണ്ടുപോയി സംസാരിക്കാനുള്ള പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അത് മാറണമെന്നില്ല. അണ്ടർലൈൻ കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിന് പരിഹാരം കൊടുത്താലേ, കാര്യം കുഞ്ഞ് ശ്രദ്ധിക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല, പ്രതികരിക്കുന്നുമില്ല. നമ്മൾ സംസാരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ സെൻറ്ററിൽ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് ഒക്യുപേഷണൽ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് ചെയ്യുന്നത് സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി എന്ന് പറയും. അപ്പം ഡോക്ടർ ഇത് US സർട്ടിഫൈഡ് ആണ്. അപ്പം അത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 42 ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 months ഇൻ്റർവെൻഷൻ കഴിയുമ്പോൾ തന്നെ കുട്ടികൾ പേര് വിളിച്ചാൽ നോക്കാൻ തുടങ്ങും. അത് നമുക്കപ്പോൾ ആ ചേഞ്ച് പേരൻസ് പറയാറുണ്ട്, അയ്യോ കണ്ണി നോക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ എല്ലാ ട്രീറ്റ്മെൻറ്റ്സൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ അതുകൊണ്ടാണ് പല പേരൻസിനും ഒരു വലിയ അബദ്ധം പറ്റുന്നത്, സംസാരിക്കാതിരിക്കുമ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുക്കും. സ്പീച്ച് തെറാപ്പിസ്റ്റ് നിങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ കുട്ടിയോട് സംസാരിക്കുന്നതേ ഉള്ളൂ. ന്യൂറോളജിക്കൽ ചേഞ്ചസ് വരണമെങ്കിൽ കോമ്പിനേഷൻ ഓഫ് തെറാപ്പീസാണ് എപ്പോഴും കൊടുക്കുന്നത്. പീഡിയാട്രിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളുടെ പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ കഴിയുന്ന നല്ല, കാരണം ആ നിങ്ങൾക്ക് എടുക്കുന്ന പ്രൊഫഷണലിൻ്റെ കഴിവാണ്, അവരുടെ സ്കില്ലാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാറ്റം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായിട്ട് പെരുമാറുമ്പം ചെവി പൊത്തിപ്പിടിക്കുന്നു, കൈയിട്ട് കുടയുന്നു, ഭയങ്കര അസ്വസ്ഥനാവുന്നു, അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇവൻ്റെ പെരുമാറ്റം ശരിയല്ല, അപ്പോൾ ഇവന് സ്വഭാവ രൂപവൽക്കരണം അല്ലെന്നുണ്ടെ ബിഹേവിയർ തെറാപ്പി കുഞ്ഞ് ശരിയായിട്ട് പെരുമാറുന്നില്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, ഒരുപാട് ചേഷ്ടകൾ കാണിക്കുന്നു, അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കും ഇവൻ്റെ പെരുമാറ്റം ശരിയല്ലെന്ന് കൊണ്ടുപോയി നേരെ ബിഹേവിയർ തെറാപ്പിക്ക് കൊടുക്കും. അപ്പോൾ ശരിക്കും അണ്ടർലൈൻ കോസ്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്, അല്ലേ? ശരിക്കും റൂട്ട് കോസ് വന്നിരിക്കുന്നത് അവന് അസ്വസ്ഥനാണ്, നമ്മുടെ ശബ്ദം അവന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ അസ്വസ്ഥനാവുന്നു, ചെവിയിൽ വിരലിടുന്നു, മനസ്സിലായല്ലേ? ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു. അപ്പോൾ ഒരിടത്ത് ശാന്തനായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ ആക്ച്വലി അയാൾക്ക് എന്താ പറയുന്നത്, അയാളുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നില്ല. നമ്മൾ എത്ര മൂവ്മെൻറ്റ്സ് നമ്മൾ എത്ര മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടും അയാൾ ഉദ്ദേശിക്കുന്ന അത് അയാളുടെ ബിഹേവിയർ റെഗുലേറ്റ് ആവാനുള്ള മൂവ്മെൻറ്റ്സ് അയാൾക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ആ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് വേണം ഇവരുടെ നെർവസ് സിസ്റ്റത്തിന് ഈ സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻസറി റിസപ്റ്റേഴ്സിൽ കിട്ടുന്ന ഓരോ സെൻസസിനെയും ശരിയായി പ്രോസസ്സ് ചെയ്ത് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും സഹായിച്ചു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ശാന്തനായിട്ട് ഇരിക്കാനും നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാനും നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാക്കാനും തിരിച്ചു പറയാൻ ശ്രമിക്കാനും കഴിയും. അപ്പോൾ അവിടെയാണ് ഈ സ്പീച്ച് തെറാപ്പി അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി അല്ലാണ്ട് ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഹെൽപ്പ് വരുന്നത് അല്ലേ? വളരെ ഇമ്പോർട്ടന്റ്. ഒരുപാട് ഏരിയാസിൽ അത് കവർ ചെയ്ത് അത് നോക്കി. അപ്പോൾ ഈ സ്പീച്ച് തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ റൂട്ട് കോസിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് വേണം നമ്മൾ റൂട്ട് കോസിൽ ആദ്യം വർക്ക് ചെയ്യണം. അതുപോലെ കുഞ്ഞിന് സ്പെസിഫിക് ഗോൾസ് ഉണ്ടാവണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പേരൻറ്റിനെ കൂടിയിരുത്തി, കാരണം ഒരു പേരൻറ്റ് കുഞ്ഞിൻ്റെ കൂടെ 20 മണിക്കൂറോളം ഒരു ദിവസമുണ്ട്. 3 മണിക്കൂറായിരിക്കും തെറാപ്പിക്ക് പോകുന്നത്. അപ്പോൾ 20 hours ഉള്ളൊരു പേരൻ്റാണ് തെറാപ്പിസ്റ്റിനെ പോലെ ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും ഡെയിലി ലൈഫിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം ഒരു അസസ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ ഗ്യാപ്പ് എത്രമാത്രം ഡെവലപ്മെൻ്റൽ ഗ്യാപ്പാണ് അതിനെ നമ്മൾ ഗോൾസായിട്ട് സെറ്റ് ചെയ്ത് പേരൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ മാസം നമ്മൾ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ജുവൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പേരൻറ്റ് ജുവലിൽ ശരിക്കും ഗോൾ ഷീറ്റ് സൈൻ ചെയ്യും. മന്ത് എൻഡ് ആകുമ്പോൾ ഈ ഗോൾസ് അച്ചീവ് ചെയ്തെന്ന് പേരൻറ്റ് വീണ്ടും സൈൻ ചെയ്യും. എന്നിട്ട് വീട്ടിൽ ഡെയിലി ഇപ്പം സോർട്ടിങ് എന്ന് പറയുന്ന ഒരു ഗോളാണ്. കാര്യങ്ങൾ സോർട്ട് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കും, അത് സോർട്ട് ചെയ്യണം. ഹോസ്പിറ്റലിൽ നമ്മൾ സെൻറ്ററിൽ നമ്മൾ കൊടുക്കുമ്പം എല്ലാം ബട്ടൺസ് ആയിരിക്കും, ബ്ലൂ ബട്ടൺ, റെഡ് ബട്ടൺ, ഗ്രീൻ ബട്ടൺ. അപ്പോൾ വീട്ടിൽ നമ്മൾ പറയും വെജിറ്റബിൾസ് മിക്സ് ചെയ്യാൻ പറയും. അപ്പം നമ്മളെപ്പോഴും റിയൽ ലൈഫ് ഒബ്ജക്ട്സിലാണ്, കാരണം ഒന്നാമത് ഇവർക്ക് കുറച്ച് സെൻസറി ടാക്ടൈൽ ഇഷ്യൂ, തൊടാനും ഒക്കെ മടിയുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അലൈൻ ചെയ്യുന്ന ഗോൾസ് ആയിരിക്കും നമ്മൾ വീട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. ഒരു തെറാപ്പി സെൻറ്ററിൽ കുട്ടിയെ കൊണ്ട് വിടുന്നതോടുകൂടി ഈ പ്രശ്നം തീരുന്നില്ല. വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും പേരൻറ്റ് ഈ തെറാപ്പി ടൈമിൽ തന്നെ സോൾവ് ചെയ്യാൻ പഠിക്കണം. അതിന് നല്ല പ്രൊഫഷണൽ ടീമിൻ്റെ ഹെൽപ്പ് വേണം, അവരുടെ എക്സ്പീരിയൻസ് വേണം. അപ്പം അവർ ആ കുട്ടിയിലെടുക്കുന്ന ഗോൾസ് കറക്റ്റായിരുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ സമയം പോയിക്കൊണ്ടിരിക്കും. തെറാപ്പിക്ക് ഞാൻ അവിടെ ഇവിടെയും വിട്ടു എന്ന് പറയുന്നതിലല്ല, കറക്റ്റ് ഗോൾസ് പ്ലാൻ ചെയ്ത് കുട്ടിയുടെ പ്രോഗ്രസ് എൻഷുർ ചെയ്തിട്ട് ഓരോ മാസം കുട്ടിയിൽ മാറ്റം ഉണ്ടാവണം. അങ്ങനെ വേണം. ജുവലിൽ നമ്മൾ ചെയ്യുന്നത് എവറി 3 months പേരൻറ്റ് ക്ലിനിക്കൽ മീറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാ തെറപ്പിസ്റ്റും കുട്ടിക്ക് എടുക്കുന്ന എല്ലാവരുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഈ ഗോൾസ് നമ്മൾ വെരിഫൈ പ്രോപ്പറായിട്ടാണ്. അപ്പോൾ പേരൻറ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കും. പേരൻറ്റ് ഹാപ്പിയാണ്, നെക്സ്റ്റ് 3 monthsലേക്ക് മൂവ് ചെയ്യും. ചിലപ്പോൾ ഡിസ്ചാർജ് ആവും, ചിലപ്പോൾ സ്കൂളിലേക്ക് വിടും. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ജുവലിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു മാക്സിമം തെറാപ്പിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ നമ്മൾ കുട്ടിയെ നോക്കിയായി സിറ്റിംഗ് ടോളറൻസ്, അറ്റൻഷൻ, സ്കൂൾ ബിഹേവിയേഴ്സ് ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് തന്നെ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ബെൽ റിങ് ചെയ്യും, ക്ലാസ് റൂം ഉണ്ട് നമുക്ക് ടീച്ചേഴ്സ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് 1 hour നമ്മൾ സ്കൂളിൽ വിടും. അപ്പോൾ സ്കൂളിലെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കാൻ പറയും, റിപ്പോർട്ട് എടുക്കും. ആ പ്രശ്നം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഡീൽ ചെയ്യേണ്ടത് അത് ഡീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും പിന്നെ 2 hours, 3 hours, 4 hours, 1 day അങ്ങനെ തെറാപ്പി കുറച്ച് സ്കൂളിങ്. അപ്പോൾ ജുവലിൽ നമ്മൾ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2.5 ലക്ഷം കുഞ്ഞുങ്ങളോളം നമ്മൾ മെയിൻ സ്ട്രീംഡ് ആയിട്ടുണ്ട് ഈ 18 വർഷത്തിനിടയ്ക്ക്. അപ്പം ഇത്രയും ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ എങ്ങനെയും അത് മെയിൻ സ്ട്രീമിൽ എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യും.